ഹലോ. മാധ്യമങ്ങളുടെ നിലവാരമില്ലായ്മ നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ സംസാരിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. അതിനെപ്പറ്റി സുപ്രീം കോടതി ഈ അടുത്ത് പറഞ്ഞ ഒരു ഡിസിഷനിലൂടെ നമുക്കിന്ന് പോയാലോ? അതായത് ആന്ധ്രാപ്രദേശിൽ സാക്ഷി ടി വിയുടെ സംപ്രേഷണവും നിർത്തിയതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയെ തുടർന്നാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു ഡിസിഷൻ എടുത്തത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഈ പറയുന്ന സാക്ഷി ടി വി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റർമാർ തങ്ങളുടെ സംപ്രേഷണം നിർത്തി എന്നാണ് സാക്ഷി ടി വി ഇവിടെ പറഞ്ഞത്. ഇവിടെ ഈ വാദം കേൾക്കുന്നതിനിടയ്ക്ക് ജസ്റ്റിസ് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ മാധ്യമങ്ങൾ ഒരിക്കലും അവരുടെ കറക്റ്റായിട്ടുള്ള കടമകളല്ല ചെയ്യുന്നത്, അതവിടെ വ്യാഖ്യാനിക്കുകയാണ്. അതായത് ഒരേ സംഭവത്തെ തന്നെ വ്യത്യസ്ത മാധ്യമങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. സെയിം ഇഷ്യൂ തന്നെ ആയിക്കോട്ടെ, ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രിസംഷൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ സത്യത്തെ വളച്ചൊടിക്കുന്ന ഒരു രീതിയായി നമ്മുടെ ഉള്ളിലോട്ട് എത്തുന്നത്. സംഭവം ഈ ഒരു കാര്യത്തിൽ പൃഥ്വിരാജ് പറഞ്ഞത് എന്ത് കറക്റ്റ് ആണല്ലേ. അപ്പോ എന്റെ സംശയം, സത്യം പറയാനാണോ മീഡിയ, അതോ മീഡിയ പറയുന്നതാണോ സത്യം? ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവില്ലാതെയാണ് ഇത്തരത്തിലൊരു ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയതെന്നാണ് സാക്ഷി ടി വി വാദിച്ചത്. എന്നാൽ അതേസമയം സർക്കാർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വ്യക്തിപരമായ വിഷയമാണെന്നും സർക്കാർ ഇതിലോട്ട് ഇടപെടില്ല എന്നുമാണ്. ഇവിടെ കോടതി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് TDSAT ആണ്. അതായത് ടെലികോം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ആൻഡ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ആണ്. ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ഈ TDSAT അപേക്ഷ സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എനിവേ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ പരിചയപ്പെടാം. കൂൾ ഗുരു, ശുക്രിയ.